ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തം. കുന്നമംഗലം പൊയ്യ ഗ്രൗണ്ടിൽ നടക്കേണ്ടിയിരുന്ന ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ചേർന്ന് തടഞ്ഞു. കൊടുവള്ളി സബ് RTO ഓഫീസിന് കീഴിൽ നടക്കേണ്ടിയിരുന്ന 30 ടെസ്റ്റുകളാണ് മുടങ്ങിയത്. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയതോടെ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കരണം നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന് സംയുക്ത സമരസമിതിയും ഉറച്ച നിലപാടെടുത്തതോടെ നടക്കേണ്ടിയിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയാൻ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും തീരുമാനം. ഇതിന്റെ ഭാഗമായി കുന്നമംഗലം പൊയ്യ ഗ്രൗണ്ടിൽ നടക്കേണ്ടിയിരുന്ന ടെസ്റ്റ് സമരക്കാർ തടഞ്ഞു. കൊടുവള്ളി സബ് RTO ഓഫീസിന് കീഴിൽ നടക്കേണ്ടിയിരുന്ന 30 ടെസ്റ്റുകളാണ് തടഞ്ഞത്. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗാർത്ഥികളും എത്താത്തതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പിന്മാറി. പ്രതിദിന 30 ലൈസൻസ് പരീക്ഷകൾ, പരീക്ഷകൾക്ക് പകരം പുതിയ ട്രാക്ക് ക്രമീകരിച്ചുള്ള ടെസ്റ്റ്, 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയർ കാർ ഉപയോഗിക്കരുതെന്നും പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട്. 30 ലൈസൻസ് പരീക്ഷകളിൽ 20 എണ്ണം പുതിയ അപേക്ഷകരും 10 എണ്ണം റീ ടെസ്റ്റുമായിരിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ ഡ്രൈവിംഗ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി ഏകപക്ഷീയമായി ഇറക്കിയ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും തീരുമാനം. അതേസമയം പ്രതിഷേധങ്ങൾക്കിടയിലും പരിഷ്കരണവുമായി മുന്നോട്ടു പോകാനാണ് ഗതാഗത വകുപ്പിന്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, മുക്കം.